നമസ്കാരം. ത്രിപുരയിൽ ചരിത്രം ആവർത്തിക്കുകയാണ്. ത്രിപുര തൂത്തുവാരുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. ത്രിപുരയിലെ പഞ്ചായത്ത് ഇലക്ഷന് 6060 സീറ്റിൽ 4550 സീറ്റിലും BJP വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. അതായത് 71% ഇവിടെ BJP ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷത്തിന് നിർത്താൻ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു ഗതികേടിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ ത്രിപുരയിൽ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമാവശേഷമായ ത്രിപുരയിൽ BJP വേരുറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, എതിരാളികളില്ലാതെ തന്നെ, അതായത് ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താനില്ലാത്ത ഒരു ഗതികേട് പ്രതിപക്ഷങ്ങൾക്ക് വന്നിരിക്കുന്നു. ഇതാണ് BJP ത്രിപുര പിടിക്കുന്നതിന് ഏറ്റവും വലിയ കാരണമായി മാറിയിരിക്കുന്നത്, അതും പഞ്ചായത്ത് ഇലക്ഷനിൽ. മറ്റൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ വാർത്ത കേരളത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. ത്രിപുരയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിക്കുന്ന BJPയുടെ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, പഞ്ചായത്ത് സമിതികൾ, ജില്ലാ പരിഷത്തുകൾ എന്നിവിടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് BJP അഭിമാനകരമായ വിജയം കൈവരിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ 8998 പേരും, പഞ്ചായത്ത് സമിതികളിലേക്ക് 783 പേരും, ജില്ലാ സമിതികളിലേക്ക് 384 പേരുമാണ് സ്ഥാനാർത്ഥികളായത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 22-നായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് 3 തട്ടിലും BJP സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ആസിക് കുമാർ ദാസ് ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലെ 71%, പഞ്ചായത്ത് സമിതികളിൽ 68%, ജില്ലാ പരിഷത്തുകളിൽ 17% BJP സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഗ്രാമപഞ്ചായത്തുകളിലെ ആകെയുള്ള 6370 സ്ഥാനാർത്ഥികളിൽ 4550 സ്ഥാനാർത്ഥികളാണ് വിജയികളായിരിക്കുന്നത്. 1818 സീറ്റിലും BJP സ്ഥാനാർത്ഥികളാണ്. 1222 സീറ്റിൽ CPM-ന്റെയും 731 സീറ്റിൽ കോൺഗ്രസിന്റെയും 133 സീറ്റിൽ BJP സഖ്യകക്ഷിയായ തിപ്രമോദയുടെയും സ്ഥാനാർത്ഥികളാണുള്ളത്. ഓഗസ്റ്റ് 8-നാണ് തിരഞ്ഞെടുപ്പ്. 12-ന് ഫലവും അറിയാം. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ മത്സരിച്ച് ജയിക്കുന്നത് പോയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലുമുള്ള കരുത്ത് പ്രതിപക്ഷത്തിനില്ല എന്നാണ് ഈ ഭൂരിപക്ഷം സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ നിന്ന് മനസ്സിലാകുന്നത്. BJP നേരിടുന്നതിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടാണ്. എന്നിട്ടും അവർക്ക് അതിന് കഴിയുന്നില്ല. 2019-ൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും BJP വൻ വിജയം നേടിയിരുന്നു. ഇവിടെ അന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ 86% സീറ്റുകളിലും എതിരില്ലാതെയാണ് BJP സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. 2 ഘട്ടങ്ങളിലായി 35 വർഷം ഇടതുപക്ഷം ഭരിച്ച സംസ്ഥാനമാണ് ത്രിപുര. 34 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷം ത്രിപുര ഭരിച്ചു എന്നർത്ഥം. 2011-ൽ പശ്ചിമ ബംഗാൾ ഭരണത്തിൽ നിന്ന് CPM-നെയും ഇടതുമുന്നണിയെയും ഇറക്കിവിട്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് BJPയുടെ സഹായത്തോടെയാണ്. അപ്പോഴും ത്രിപുര തങ്ങളെ കൈവിടില്ലെന്ന് CPM അവകാശപ്പെട്ടിരുന്നു. ഗുജറാത്ത് മോഡലല്ല, ത്രിപുര മോഡലാണ് രാജ്യത്തിന് ആവശ്യമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു. 2018-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ കടപുഴക്കി BJP ഭരണം പിടിക്കുകയും ബിപ്ലബ് ദേവ് മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. സ്വന്തം അവകാശവാദങ്ങൾ CPM-നും ഇടതുപക്ഷത്തിനും വിഴുങ്ങേണ്ടിയും വന്നു. 2023-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഒരിക്കൽ കൂടി BJP അധികാരം പിടിച്ചതോടെ ത്രിപുരയിൽ CPM-ന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു.